ഭൂമി 12756 കിലോമീറ്റർ ഡയമീറ്ററുള്ള സ്വർഗസമാനമായ ലോകമാണ് നമ്മുടെ ഭൂമി. സൂര്യനും സൂര്യനെ അവലംബിക്കുന്ന 8 ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന സൗരയൂഥത്തിൽ ഈ ഒരൊറ്റ ഭൂമി മാത്രമേ ഉള്ളൂ. അതായത് സൗരയൂഥത്തിൽ ജീവൻ നിലനിൽക്കുന്ന ഒരേ ഒരു ഗ്രഹം ഭൂമി മാത്രമാണ്. എന്നാൽ സൗരയൂഥത്തിന് പുറത്തോ? പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ആകാശഗംഗയിലുള്ള 40,000 കോടി നക്ഷത്രങ്ങളെയും അവയെ വലംബിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങൾക്കും ഇടയിൽ നമ്മൾ പുതിയ ഭൂമിയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകളെല്ലാം ഉപയോഗിച്ച് നാളിതുവരെ നമ്മൾ 5000-ലും അധികം അന്യഗ്രഹങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അവയിൽ അത്യപൂർവമായ ഒരു നക്ഷത്ര സമൂഹമുണ്ട്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ വളരെ അടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു സൗരയൂഥം. ആ സൗരയൂഥത്തിൽ നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെയുള്ള 7 ലോകങ്ങളാണുള്ളത്. അതായത് 7 ഭൂമികളെ ഉൾക്കൊള്ളുന്ന തികച്ചും വിചിത്രമായൊരു സൗരയൂഥം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ട്രാപ്പിസ്റ്റ് 1 സ്റ്റാർ സിസ്റ്റം എന്ന ആ പുതിയ സൗരയൂഥത്തിലെ അത്ഭുത കാഴ്ചകളാണ്. സൂര്യനും സൂര്യനെ അവലംബിക്കുന്ന 8 ഗ്രഹങ്ങളും അവയുടെ ഉപഗ്രഹങ്ങളും ചിഹ്നഗ്രഹങ്ങളും വാൽനക്ഷത്രങ്ങളും എല്ലാം നിറഞ്ഞ വലിയൊരു സമൂഹമാണ് നമ്മുടെ സൗരയൂഥം. ഈ സൗരയൂഥത്തിൽ ഭൂമിയിൽ മാത്രമേ ജീവന്റെ തുടിപ്പുകളുള്ളൂ. നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഒരു മഞ്ഞക്കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. നക്ഷത്രങ്ങളെ അവയുടെ താപനിലയുടെ അടിസ്ഥാനത്തിൽ താപനില കൂടിയത് മുതൽ കുറഞ്ഞതുവരെ പല ക്ലാസ്സുകളായി തിരിച്ചിട്ടുണ്ട്. O മുതൽ M വരെയുള്ള ക്ലാസ്സുകൾ. ഇവയിൽ O ക്ലാസ്സിൽ ഉൾക്കൊള്ളുന്നത് ഏറ്റവും താപനില കൂടിയവയും എമ്മിൽ ഉൾക്കൊള്ളുന്നത് താപനില ഏറ്റവും കുറഞ്ഞവയും. ഓരോ ക്ലാസ്സുകളെയും താപനിലയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും 10 സബ് ക്ലാസ്സുകളായും തിരിച്ചിട്ടുണ്ട്. താപനിലയിലുള്ള വ്യത്യാസമനുസരിച്ച് ഓരോ ക്ലാസ്സിലുമുള്ള നക്ഷത്രങ്ങളുടെ നിറങ്ങളും വ്യത്യസ്തമായിരിക്കും. താപനില ഏറ്റവും കൂടിയ നക്ഷത്രങ്ങളിൽ നിന്നും നീല നിറത്തിലുള്ള പ്രകാശമായിരിക്കും പുറപ്പെടുന്നത്. അത്തരം നക്ഷത്രങ്ങൾ നീല നക്ഷത്രങ്ങളായിരിക്കും. എന്നാൽ താപനില ഏറ്റവും കുറഞ്ഞ നക്ഷത്രങ്ങളിൽ നിന്നും ചുവന്ന നിറത്തിലുള്ള പ്രകാശമായിരിക്കും പുറത്തു വരുന്നത്. അത്തരത്തിലുള്ള നക്ഷത്രങ്ങളാണ് ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ. നമ്മുടെ നക്ഷത്രമായ സൂര്യൻ ഇവയിൽ G എന്ന ക്ലാസ്സിലാണ് ഉൾക്കൊള്ളുന്നത്. സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഭൂമി നിലകൊള്ളുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ്. ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖല. അതായത് നക്ഷത്രത്തിൽ നിന്നും അധികം അടുത്തും അധികം അകലെയും അല്ലാത്ത ഒരു പ്രത്യേക പ്രദേശം. ഈ പ്രദേശത്തിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങൾ നക്ഷത്രങ്ങളിൽ നിന്നും ഒരുപാട് അകലത്തിലായതുകൊണ്ട് ഗ്രഹം മുഴുവൻ തണുത്തുറഞ്ഞ അവസ്ഥയിലായിരിക്കും. ഇത്തരം ഗ്രഹങ്ങളിലുള്ള ജലത്തിൻ്റെ അവസ്ഥ നമ്മുടെ ഭൂമിയിലേതുപോലെ ദ്രാവക രൂപത്തിലായിരിക്കുകയില്ല. അവ മുഴുവൻ തണുത്തു മരവിച്ച് ഖരാവസ്ഥയിലായിരിക്കും നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ ഹാബിറ്റബിൾ മേഖലയുടെ മുൻപ് സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളെല്ലാം നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തുകൂടെയായിരിക്കും നക്ഷത്രത്തെ വലംബിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. അത്തരം ഗ്രഹങ്ങളിൽ ഒരിക്കലും ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുകയില്ല. അവിടെയുള്ള ജലം വാതക രൂപത്തിലായിരിക്കും നിലനിൽക്കുന്നത്. എന്നാൽ ഹാബിറ്റബിൾ മേഖലയിൽ നിലകൊള്ളുന്ന ഗ്രഹങ്ങളിലെല്ലാം ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കും. അത്തരം ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. സൗരയൂഥത്തിൽ അതുപോലുള്ളൊരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി. ഭൂമിയിൽ നിന്നും ഏകദേശം 40 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരനായ ഒരു നക്ഷത്രമാണ് ട്രാപ്പിസ്റ്റ് 1. ട്രാപ്പിസ്റ്റ് 1 എന്ന ഈ നക്ഷത്രം ഒരു ചുവന്ന കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. താപനിലയെ അടിസ്ഥാനപ്പെടുത്തി നോക്കുമ്പോൾ M വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രങ്ങളാണ് ഈ റെഡ് ഡ്വാർഫുകൾ അഥവാ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങൾ. നമ്മുടെ സൂര്യൻ്റെ അയൽക്കാരായ 50-ൽ കൂടുതൽ നക്ഷത്രങ്ങളും ഇതേപോലെ തന്നെ താപനില വളരെ കുറഞ്ഞ ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ്. സൂര്യൻ്റെ അയൽക്കാർ മാത്രമല്ല, നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയിലുള്ള 40,000 കോടി നക്ഷത്രങ്ങളിൽ കൂടുതലും റെഡ് ഡ്വാർഫുകളാണ്. സൂര്യനെ അപേക്ഷിച്ച് റെഡ് ഡ്വാർഫുകൾ വളരെ വലിപ്പം കുറഞ്ഞതും താപനില ഒരുപാട് കുറഞ്ഞതുമായ നക്ഷത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ആയുസ് വളരെ കൂടുതലായിരിക്കും. കോടാനുകോടി വർഷങ്ങളോളം അത്തരം നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ നിലകൊള്ളും. ഇത്തരം നക്ഷത്രങ്ങളെ നമ്മുടെ സൂര്യനുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ സൂര്യനേക്കാളും വളരെ പെട്ടെന്ന് തന്നെ ഇവ സോളാർ ഫ്ലെയറുകൾ പുറപ്പെടുവിക്കുന്നവയാണ്. ഈ നക്ഷത്രങ്ങളെ വലംബിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങളുടെ അന്തരീക്ഷത്തെ തന്നെ ഇല്ലായ്മ ചെയ്ത് കളയുവാൻ ശക്തിയുള്ളവയാണ് ഇത്തരം സോളാർ ഫ്ലെയറുകൾ. എന്നാൽ ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രം ഇത്രത്തോളം ഭീകരനല്ല.
ഒരു നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിൽ നിലകൊള്ളുന്ന ഗ്രഹങ്ങളിൽ ജലം ദ്രാവക രൂപത്തിൽ കാണപ്പെടുവാനും അവിടെ ജീവൻ നിലനിൽക്കുവാനും സാധ്യതകളുണ്ട് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇത്തരം റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോൺ എന്നത് അവയുടെ തൊട്ടടുത്ത് തന്നെയാണ്. മറ്റൊരു ഭൂമിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തിയ കണ്ടെത്തലായിരുന്നു ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രത്തെയും അതിനെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങളെയും. അതിനുള്ള കാരണം ട്രാപ്പിസ്റ്റ് 1 എന്ന റെഡ് ഡ്വാർഫ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് ഭൂമിയുടെ അത്ര തന്നെ വലിപ്പവും ഭൂമിയെപ്പോലെ തന്നെ ഇരിക്കുന്നതുമായ 7 ഗ്രഹങ്ങളാണ്. ട്രാപ്പിസ്റ്റ് 1b, 1c, 1d, 1e, 1f, 1g, 1h. ഈ 7 ഗ്രഹങ്ങളിൽ 4 ഗ്രഹങ്ങളും നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ മേഖലയിലാണ് നിലകൊള്ളുന്നത്. നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന 7 ഗ്രഹങ്ങളും നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെ റോക്കി പ്ലാനറ്റുകളാണ്. റോക്കി പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞാൽ പാറകളും ലോഹങ്ങളും നിറഞ്ഞ ഭൂമിയെപ്പോലെ തന്നെ കരഭാഗങ്ങളുള്ള ഗ്രഹങ്ങൾ. നമ്മുടെ സൗരയൂഥത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ എന്നീ 4 ഗ്രഹങ്ങളും റോക്കി പ്ലാനറ്റുകളാണ്. ട്രാപ്പിസ്റ്റ് 1 എന്ന നക്ഷത്രവും 7 ഗ്രഹങ്ങളും ഉൾക്കൊള്ളുന്ന ഈ സമൂഹത്തിൻ്റെ വലിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സൂര്യനിൽ നിന്നും മെർക്കുറിയിലേക്കുള്ള ദൂരമായ 5.5 കോടി കിലോമീറ്ററിനേക്കാളും ഒരുപാട് കുറവാണ്. നക്ഷത്ര സമൂഹത്തിലെ ഏറ്റവും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ട്രാപ്പിസ്റ്റ് 1H എന്ന ഗ്രഹത്തിലേക്ക് നക്ഷത്രത്തിൽ നിന്നുമുള്ള അകലം എന്നത് 93 ലക്ഷം കിലോമീറ്ററുകൾ മാത്രമാണ്. നമുക്ക് ഈ പുതിയ സൗരയൂഥത്തിലെ ഓരോ ഗ്രഹങ്ങളെയും പരിചയപ്പെടാം. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒന്നാമത്തെ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1b. ഹാബിറ്റബിൾ മേഖലയിലല്ല ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഗ്രഹവും നക്ഷത്രവും തമ്മിൽ ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണ്. ഒരു ഗ്രഹം അതിൻ്റെ നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ ഒരു വശം എപ്പോഴും അതിൻ്റെ നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കും, മറുവശത്ത് പ്രകാശമില്ലാതെ ഇരുട്ട് മൂടി കിടക്കും. ഗ്രഹത്തിൻ്റെ നക്ഷത്രത്തിന് അഭിമുഖമായിരിക്കുന്ന ഭാഗത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത അത്രത്തോളം താപനിലയായിരിക്കും. എന്നാൽ മറുവശത്ത് കട്ട പിടിച്ച തണുപ്പുമായിരിക്കും. ഈ ഒരു അവസ്ഥയിലാണ് ട്രാപ്പിസ്റ്റ് 1 സ്റ്റാർ സിസ്റ്റത്തിലെ ഒന്നാമത്തെ ഗ്രഹം നിലകൊള്ളുന്നത്. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ വലിപ്പം ഭൂമിയേക്കാളും 12% കൂടുതലും ഭൂമിയുടെ 73% സാന്ദ്രതയും ഉള്ള ഗ്രഹമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിന് വീനസിന് സമാനമായ ഗ്രാവിറ്റിയാണുള്ളത്. സൗരയൂഥത്തിലെ രണ്ടാമത്തെ ഗ്രഹവും നമ്മുടെ ഭൂമിയുടെ സഹോദരി എന്നറിയപ്പെടുന്ന ഗ്രഹവുമാണ് വീനസ്. വീനസിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഭൂമിയുടെ 90 മടങ്ങ് കട്ടി കൂടുതലുള്ള 3 പാളികൾ അടങ്ങുന്നതാണ് വീനസിൻ്റെ അന്തരീക്ഷം. ഏകദേശം ശുക്രൻ്റെ അന്തരീക്ഷത്തിന് സമാനം തന്നെയാണ് ട്രാപ്പിസ്റ്റ് 1b എന്ന ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷവും. ഭൂമിയുടെ അന്തരീക്ഷവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തെക്കാളും 10,000 മടങ്ങ് സമ്മർദ്ദമെങ്കിലും ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഇത്രത്തോളം കട്ടിയുള്ള അന്തരീക്ഷമായതുകൊണ്ട് തന്നെ ആ ഗ്രഹത്തിൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന ചൂട് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുന്നതിലും ഒരുപാട് കൂടുതലാണ്. ഈ ഗ്രഹം ഒരു റോക്കി പ്ലാനറ്റ് ആണെങ്കിലും ഹാബിറ്റബിൾ മേഖലയ്ക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്നതുകൊണ്ടും ഇത്രത്തോളം താപനില തങ്ങി നിൽക്കുന്നതുകൊണ്ടും ഈ ഗ്രഹത്തിൽ ഒരു തരത്തിലുമുള്ള ജീവജാലങ്ങൾ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. ഗ്രഹം ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുന്നത് 36 മണിക്കൂറുകൾ കൊണ്ടാണ്. അതായത് ട്രാപ്പിസ്റ്റ് 1b എന്ന ഗ്രഹത്തിലെ ഒരു വർഷം എന്നത് വെറും 36 മണിക്കൂറുകൾ മാത്രമാണ്. അടുത്തത് ട്രാപ്പിസ്റ്റ് 1c എന്ന ഗ്രഹമാണ്. സ്റ്റാർ സിസ്റ്റത്തിലെ രണ്ടാമത്തെ ഗ്രഹമായ ഈ ട്രാപ്പിസ്റ്റ് 1cയും ഹാബിറ്റബിൾ മേഖലയിൽ പെടുന്ന ഒരു ഗ്രഹമല്ല. നമ്മുടെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഗ്രഹത്തിന് ഭൂമിക്ക് സമാനമായ ഗ്രാവിറ്റിയാണുള്ളത്. ഗ്രഹത്തിൻ്റെ വലിപ്പവും മാസും ഭൂമിയേക്കാളും 10% കൂടുതലാണ്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിനും ആദ്യത്തെ ഗ്രഹത്തെപ്പോലെ തന്നെ ഒരുപാട് കട്ടി കൂടുതലാണ്. നക്ഷത്രത്തിൽ നിന്നും 24 ലക്ഷം കിലോമീറ്റർ അകലത്തിലുള്ള ഭ്രമണപഥത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് തീർക്കുന്നതിന് 58 മണിക്കൂറുകൾ വേണ്ടിവരും. ഈ ഗ്രഹത്തിലും യാതൊരുവിധ ജീവനും സാധ്യതയില്ല. ഈ സൗരയൂഥത്തിലെ മൂന്നാമത്തെ ഗ്രഹവും ഹാബിറ്റബിൾ മേഖലയുടെ തുടക്കത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1d. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭൂമിയേക്കാളും 70% വലിപ്പം കൂടുതലുണ്ട് എങ്കിലും ഈ ഗ്രഹത്തിന് ഭൂമിയേക്കാളും മാസും ഗ്രാവിറ്റിയും ഒരുപാട് കുറവാണ്. ഭൂമിയുടെ 30% മാസ് മാത്രമേ ഗ്രഹത്തിനുള്ളൂ. ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 34 ലക്ഷം കിലോമീറ്റർ അകലത്തിലൂടെയാണ് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തെക്കുറിച്ച് അധികമൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടേയില്ല. ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് തന്നെ ഗ്രഹത്തിൽ ജലം ദ്രാവകമായി നിലനിൽക്കാൻ സാധിക്കും.
മറ്റു ഗ്രഹങ്ങളെപ്പോലെ തന്നെ ട്രാപ്പിസ്റ്റ് 1D എന്ന ഈ ഗ്രഹവും നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നക്ഷത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ വശത്ത് ജലം ദ്രാവക രൂപത്തിലും ഇരുട്ട് മൂടിക്കിടക്കുന്ന മറുവശത്ത് ജലം ഐസ് രൂപത്തിലുമായിരിക്കും നിലനിൽക്കുക. ഈ ഗ്രഹത്തിൽ സമുദ്രജീവികൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അടുത്തത് ട്രാപ്പിസ്റ്റ് 1E എന്ന ഗ്രഹമാണ്. നക്ഷത്രത്തിൽ നിന്നും 4ാമത് സ്ഥിതി ചെയ്യുന്ന ഈ ഗ്രഹം നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണുള്ളത്. ഭൂമിയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ റെഡ് ഡ്വാർഫ് നക്ഷത്രമായതുകൊണ്ട് ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ പകുതി പ്രകാശം മാത്രമേ ഈ ഗ്രഹത്തിന് നക്ഷത്രത്തിൽ നിന്നും ലഭിക്കുന്നുള്ളൂ. മറ്റു 3 ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഭൂമിയുമായി ഏറെ സാമ്യമുള്ള ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1E എന്ന ഈ ഗ്രഹം. മാസും ഗ്രഹത്തിൻ്റെ വലിപ്പവുമെല്ലാം നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെയാണ്. അന്തരീക്ഷത്തെക്കുറിച്ച് കൂടുതലൊന്നും തന്നെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടേയില്ല. ഏകദേശം ഭൂമിക്ക് സമാനമായ ഗ്രഹം തന്നെയാണ് ട്രാപ്പിസ്റ്റ് 1E എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിൻ്റെ അന്തരീക്ഷവും ഭൂമിക്ക് സമാനമാണെങ്കിൽ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ഭൂമിയിലേതുപോലെ തന്നെ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുന്നുണ്ടാകും. അതിനോടൊപ്പം ജീവനും. ട്രാപ്പിസ്റ്റ് 1E എന്ന ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 44 ലക്ഷം കിലോമീറ്ററുകൾ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു തവണ നക്ഷത്രത്തെ വലം വയ്ക്കുന്നതിന് 140 മണിക്കൂറുകളാണ് വേണ്ടിവരുന്നത്. അടുത്തത് 5ാമത്തെ ഗ്രഹമായ ട്രാപ്പിസ്റ്റ് 1F എന്ന ഗ്രഹമാണ്. ഈ ഗ്രഹം നക്ഷത്രത്തിൽ നിന്നും 60 ലക്ഷം കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. റെഡ് ഡ്വാർഫ് നക്ഷത്രമായതുകൊണ്ട് നക്ഷത്രത്തിൽ നിന്നും വളരെ കുറച്ച് പ്രകാശം മാത്രമേ ഗ്രഹത്തിന് ലഭിക്കുകയുള്ളൂ. ഈ ഗ്രഹം നിലനിൽക്കുന്നത് നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിൽ തന്നെയാണ്. ഏകദേശം ഭൂമിയുടെ അത്ര തന്നെ വലിപ്പമുണ്ടെങ്കിലും ഗ്രഹത്തിൻ്റെ സാന്ദ്രതയും ഗ്രാവിറ്റിയും ഒരുപാട് കുറവാണ്. ഒരു തവണ നക്ഷത്രത്തെ വലം വെച്ച് വരുന്നതിന് ഈ ഗ്രഹത്തിന് വേണ്ടി വരുന്നത് ഏകദേശം 228 മണിക്കൂറുകളാണ്. ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ 20% ജലം കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രത്തോളം ജലകണികകൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഗ്രഹത്തിനുള്ളിലെ താപനില ഒരുപാട് കൂടുതലായിരിക്കും. കാരണം ഈ ജലകണികകൾ ഒരു ഗ്രീൻ ഹൗസ് വാതകം പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അടുത്തത് ഈ സിസ്റ്റത്തിലെ 6ാമത്തെ ഗ്രഹമായ ട്രാപ്പിസ്റ്റ് 1G എന്ന ഗ്രഹമാണ്. നക്ഷത്രത്തിൽ നിന്നും 70 ലക്ഷം കിലോമീറ്ററുകൾ ദൂരത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹം നിലനിൽക്കുന്നതും ഹാബിറ്റബിൾ മേഖലയുടെ അവസാന ഭാഗത്താണ്. ഇത്രയും അകലത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നക്ഷത്രത്തിൽ നിന്നും വളരെ കുറഞ്ഞ ശതമാനം പ്രകാശം മാത്രമേ ഗ്രഹത്തിന് ലഭിക്കുന്നുള്ളൂ. ഭൂമിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭൂമിയുടെ 15% കൂടുതൽ വലിപ്പമുണ്ട്. ഭൂമിയേക്കാൾ മാസുമുണ്ട്. 12 ദിവസങ്ങൾ കൊണ്ടാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. അടുത്തത് 7ാമത്തേതും അവസാനത്തേതുമായ ഗ്രഹമാണ് ട്രാപ്പിസ്റ്റ് 1H. ഈ ഗ്രഹം സ്ഥിതി ചെയ്യുന്നത് ഈ സൗരയൂഥത്തിൻ്റെ അതിർത്തിയിലാണ്. മറ്റു ഗ്രഹങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏറ്റവും വലിപ്പവും സാന്ദ്രതയും കുറഞ്ഞ ഗ്രഹമാണിത്. ഇത് ഹാബിറ്റബിൾ മേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 93 ലക്ഷം കിലോമീറ്ററുകൾ അകലത്തിലൂടെയാണ് ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഒരു തവണ വലം വെച്ച് തീർക്കുന്നതിന് ഏകദേശം 19 ദിവസങ്ങൾ വേണ്ടിവരും. ഈ ഗ്രഹം നമ്മുടെ പ്ലൂട്ടോയെപ്പോലെ തന്നെ മഞ്ഞ് മൂടിക്കിടക്കുന്ന തണുത്ത് മരവിച്ച ലോകമാണ്. അതായത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥയിലുമായി നമ്മുടെ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലേതുപോലെ തന്നെ ഈ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളിലും ജലം നിലനിൽക്കുന്നുണ്ട്. ഈ നക്ഷത്രത്തെയും ഗ്രഹങ്ങളെയും നമ്മുടെ സൗരയൂഥത്തിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം വലിപ്പം സൂര്യനിൽ നിന്നും ബുധനിലേക്കുള്ള അകലത്തിൻ്റെ 1/5 പോലും ആകുന്നില്ല. ഇന്നേ വരെയുള്ള നമ്മുടെ ശാസ്ത്രീയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ സൗരയൂഥത്തിൻ്റെ പുറത്ത് ജീവൻ നിലനിൽക്കുവാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്റ്റാർ സിസ്റ്റമാണ് ട്രാപ്പിസ്റ്റ് 1 സ്റ്റാർ സിസ്റ്റം എന്നത്. ഈ പുതിയ സൗരയൂഥത്തെക്കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും വളരെ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡ് കാണാം.